അപ്പോൾ ശക്തന്റെ തട്ടകം ഇന്ന് പുലികളുടെ വിളയാട്ടമായിരിക്കും. ശക്തന്റെ തട്ടകത്തിൽ എൻ്റെ കൂടെ 2 പുലികളുണ്ട്. ഒന്ന് ഇവിടുത്തെ തൃശ്ശൂരിലെ ഏറ്റവും പ്രമുഖനായ വരക്കാരൻ പുലി, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി പുലി രാജൻ. രണ്ടുപേരുടെയും പേര് രാജൻ എന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം മന്ത്രി ഒരു വര വരച്ച് തുടങ്ങുകയാണ്. എന്തായാലും ഏട്ടാ അപ്പൊ തുടങ്ങല്ലേ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പം ഇത്തവണത്തെ പുലികളി അതിനെക്കുറിച്ച്. ഇത്തവണത്തെ പുലികളി ഏറ്റവും ഗംഭീരമാവും. അതിഗംഭീരമായിട്ടുള്ള ഇപ്പോൾ യുവജന കലാസംഘത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈ രാജേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കുകയാണ്, ഈ പുലിക്കളി കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ആദരിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് രാജേട്ടൻ. എത്രയോ വർഷങ്ങളിലായിട്ടുള്ള പാരമ്പര്യമാണ്. യഥാർത്ഥത്തിൽ ഈ പുലികളിയുടെ ഓരോ മിനിറ്റിലും ഓരോ കലാകാരന്മാർക്കും ചെയ്തു തീർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിൽ നമ്മുടെ പുലികളായി മാറുന്ന ഈ കലാകാരന്മാർ അവരുടെ ശരീരത്തിൽ ഈ പെയിന്റ് മുഴുവൻ അടിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്ന ഈ നിപ്പുണ്ടല്ലോ, അതിൽ ഒരു തരി പോലും കുറവ് വരാത്ത വിധത്തിൽ പെയിന്റ് അടിച്ച് കൃത്യമാക്കി പുലി വരച്ച് കൃത്യമാക്കുന്ന കലാകാരന്മാരുടെ ഒരു പ്രവർത്തനം ഭയങ്കരമാണ്. അല്ല, ഇതിൽ സാധാരണ നമ്മൾ ഒരു ചുമരുമ പെയിന്റ് അടിക്കുന്ന പോലെ, ഒരു ക്യാൻവാസിൽ പെയിന്റ് അടിക്കുന്ന പോലെ എളുപ്പമല്ല. ശരീരത്തിന്റെ അനങ്ങുന്ന ഓരോ മേഖലകളിലും എത്രമാത്രം സൂക്ഷ്മതലത്തിലൂടെ, ഇതൊക്കെ ഞങ്ങൾ പുറത്തൊന്ന് കൈവച്ച് ഇതിൽ പങ്കാളിയാകാൻ മാത്രമേ ഉള്ളൂ. പോയിന്റിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം. അല്ല, രാജേട്ടൻ എന്ന് പറയുമ്പോ രാജേട്ടന്റെ കുടുംബം മൊത്തം വരക്കാരാണ്. അതിപ്പോ വിയ്യൂര് മാത്രമല്ല, അതുപോലെ തന്നെ മറ്റു ദേശത്തിലൊക്കെ ഉണ്ടല്ലേ. വീട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു പുലിമടയുണ്ട്. എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇപ്രാവശ്യം? 40-45 പേരുണ്ട്. 45 പേര് കുടുംബത്തിൽ നിന്ന് വരയ്ക്കാനായിട്ട് ഇന്ന് പുലിക്കളിക്ക് തൃശ്ശൂരിലുണ്ട്. 35 പേരൊക്കെ ഉള്ളൂ. അവർക്ക് ഓരോ ലീവൊക്കെ ആയിട്ടും അസുഖമൊക്കെ ആയിട്ട് കുറച്ച് പേര് ലീവൊക്കെ കൊടുക്കണ്ടല്ലേ? ലീവ് കൊടുക്കുന്നുണ്ട്. പുലിക്കളിയായിട്ട് ലീവ് പറഞ്ഞാൽ പനി നമുക്ക് കിട്ടി. അപ്പൊ കൂടെ ആകെ കൊള്ളാവും. അപ്പൊ നമ്മള് പനീര് കേസ് തന്നെ കുറച്ച് പേര് മാറ്റി നിർത്തിയിട്ടുണ്ട്. ടീമുകള് ചില്ലറക്കാരല്ല, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് രാജേട്ടൻ ഒന്ന് വരച്ച് കാണണ്ടേ? അതായിരിക്കും എല്ലാവരുടെയും ഒരു ആഗ്രഹം. ഒന്ന് വരച്ച് നമുക്ക് തുടങ്ങാം. വരയുടെ ഭംഗി നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ആസ്വദിക്കാം. ഇത് ഏത് തരം പുലിയാ രാജേട്ടാ? ഇത് തെങ്ങോല വരെ. എന്നാ തുടങ്ങാം. മെയിൻ മോഹൻലാലിന്റെ പുലിയാണ്. അപ്പൊ മോഹൻലാലിന്റെ പുലിയാണ്. പല തരത്തിലുള്ള പുലികൾ എന്തായാലും ഇത്തവണ കാണാം. അപ്പോ അതില് ഒരു തരം പുലിയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഈ റൗണ്ടിൽ എത്തുമ്പോ പല തരത്തിലുള്ള പുലികളുണ്ട്. ഫ്ലൂറസെന്റ് പുലികളുണ്ട്, കരിമ്പുലികളുണ്ട്, വരയം പുലികളുണ്ട്, പുള്ളിപ്പുലികളുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പുലികളുണ്ട്. ഇതൊക്കെ ഇവരൊക്കെ അണിയിച്ചൊരുക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവയ്ക്കുന്ന ആളുകളാണ് ഈ രാജേട്ടനെ പോലുള്ള ആളുകൾ. അവരുടെ ചേട്ടാ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള വരക്കാരാരാ ഇപ്പൊ? അതിലിപ്പോ 10-20 വയസ്സായ കുട്ടികളുണ്ട്, 15 വയസ്സായവരുണ്ട്. അവരൊക്കെ വരക്കാരാ. നടന്നു തുടങ്ങിയ ബ്രഷ് എടുത്ത് കളിക്കണം. അവർക്ക് വേറെ കളി സാധനങ്ങളുടെ ആവശ്യമില്ല. ഈ ബ്രഷും പെയിന്റ് അവർക്ക് വേണ്ടോ? ഇപ്പൊ ഈ മോന്റെ കുട്ടിക്ക് 5 വയസ്സായുള്ളൂ. ആള് തിരുവോണനാള് പുള്ളി കുത്താവുന്നുണ്ടായിരുന്നു. പിന്നീട് അച്ചാച്ചാ എനിക്ക് പുള്ളി കുത്തണം. ആള് പുള്ളി കുത്തും. നമ്മളിവിടെ ഔട്ട്സൈഡിൽ അതിന്റെ പുള്ളി കുത്തലും എല്ലാം ചെയ്യാള്. ഭയങ്കര എടുക്കാം. കുറച്ചിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ആ പാരമ്പര്യമായിട്ട് കിട്ടിയുള്ളതാണ്. നമ്മുടെ വീട്ടാണെങ്കിൽ ഇത് രാവും പകലും പുലിനെ വരക്കലും കുത്തലും ഇതല്ലേ ഇവര് കാണുന്നത്. അപ്പൊ അത് അവര് ചെയ്യുന്നു മാത്രം. അപ്പൊ നിങ്ങളുടെ സ്ഥലം ശരിക്കും വെളിയന്നൂരല്ലേ? നായക്കനാല്. അപ്പൊ അവിടെ ടീമിൽ വരക്കുന്നുണ്ട്, അനിയൻ വരക്കുന്നുണ്ട്, ഒരു അനിയൻ. ആ ടീം അനിയന്റെ പിന്നെ ഒരു കുറച്ച് കുട്ടങ്ങളെ വരക്കുന്നുണ്ട്. ഒക്കെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, ആരും മുഷിപ്പിക്കാൻ പറ്റില്ലേ. പുലിവരയില് മത്സരമുണ്ട്. അപ്പൊ ഇവര് കുടുംബക്കാര് തമ്മിലാണ് മത്സരം. രാജേട്ടൻ പറഞ്ഞ കഥ മനസ്സിലായ മണ്ണപ്പം ചുട്ട് കളിച്ചത് മുതൽ ഏയിൽ കളിച്ച കഥ വരെയാണ് കുട്ടികൾക്ക് പറയാനുള്ളതെങ്കിൽ രാജേട്ടന്റെ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും ബ്രഷും പെയിന്റും കൊടുത്ത് കളിച്ച കഥയാണ് പറയാനുള്ളത്. ഏറ്റവും ചെറിയ പ്രായം മുതൽ ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങുകയാണ്. അത് ഈ വരയിൽ കാണാം. രാജേട്ടന്റെ മക്കൾ മാത്രമല്ല, രാജേട്ടൻ വളർത്തിയെടുത്തിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരെല്ലാം അടങ്ങുന്ന വലിയ കുടുംബമാണ്. അപ്പൊ എല്ലാത്തിലേക്കും ആളുകളെ സപ്ലൈ ചെയ്യാണ്. ഇത് ഈ വരയുടെ ഒരു മഹാജ്യോതിയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വരാൻ പോകുന്നത്. നമുക്ക് പുലിയോട് കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചല്ലോ. പുലിയുടെ പേര് രമേഷ് പുലി കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് മോഹൻലാൽ പുലിയാണെന്നാണ് രാജേട്ടൻ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. അവിടെ നിന്ന് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രജനീകാന്ത് സ്റ്റൈൽ. അപ്പം രജനീകാന്ത് സ്റ്റൈലായിരിക്കും പുലിക്കളി ശരിക്കും. കളി പിന്നെ നോക്കണ്ട, കളി മുട്ടണ്ടല്ലേ? നമ്മുടേതായ ഒരു ഇതുണ്ട്. കൂടുതൽ പ്രൈസ് മേടിച്ചു കൊടുക്കണം. എത്ര കൊല്ലായി ശരിക്കും? 20-25 കൊല്ലം. ഇവിടെ വരുന്ന പുലികളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ ഒരു പഴക്കമുള്ളതാണ്. അതായത് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ളതാണ് അല്ലേ? ഞാൻ 10 കൊല്ലം വേഷമിട്ടുള്ളതാ. വര മാത്രല്ല വേഷമിട്ടില്ല, പെയിന്റ് വേണ്ടത് ബാക്കിന്റെ ആവും. വര മാത്രല്ല വേഷമിട്ടുള്ള. അപ്പൊ നമുക്ക് 2 സ്റ്റെപ്പും കൂടി കാണാല്ലേ? 2 സ്റ്റെപ്പ് ഇട്ടാലോ? പുലി ഓക്കെയാണോ? 2 സ്റ്റെപ്പ് ഇടാൻ ഓക്കെയാണോ? ഇതിന്റെ ഇടയിൽ ഓക്കെയാണ്. ആവേശമൊന്നും ഒരു കുറവുമില്ല.
വരക്കാരൻ പുലിയും അതുപോലെ തന്നെ മരക്കാരൻ മാത്രമല്ല, അതെ അതെ, ശരിക്കുമുള്ള പുലി രണ്ടുപേരും കൂടി ഒന്നിച്ച് ചുവടുവെക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും ഈ ഒരു സ്റ്റെപ്പാണ് ഇതില്, ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ആ സ്റ്റെപ്പിന്റെ ഒരു ചടുലത അത് സ്ലോ ആവും, പിന്നെ സ്പീഡ് കൂടും, പിന്നെ പിറക്കലാവും. ഇത് പക്ഷെ അങ്ങനെ കാണുമ്പോ അത്ര സിമ്പിൾ ആണെങ്കിൽ അത്ര സിമ്പിൾ അല്ല ഇത് ചെയ്യാനായിട്ട്. എന്നെക്കാളും ബുദ്ധിമുട്ട് തടി കൂടി വരക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് കളിക്കാം. നമ്മൾ 3 കൊല്ലം മുമ്പ് ഒരു ഇട്ടോന്ന ഇപ്പൊ ഇവരത്ര സൈസ് നമ്മൾ ഇല്ലാണ്ടായപ്പോഴേ ഒരു കുട്ടിപ്പുലിയായിട്ട് തോന്നുക. അപ്പൊ എനിക്ക് തന്നെ ഒരു കുറച്ചില് കളിക്കുന്നുണ്ടെങ്കിൽ നടക്കണേ ഇവരെ കാറിന് സൈഡിലുള്ള ആൾക്കാർക്ക് കൂടുതൽ പോയി വേഷം ഇടുന്നതേ. നമ്മളത്ര ഇല്ലാത്ത കാരണം അവര് കുട്ടിപ്പുലിനെ ഒന്ന് നോക്കിക്കോട്ടോ എന്ന് പറയും, ആ കൈ പിടിക്കുമെന്ന് പറയും. പഴക്കം കുറെ ഉണ്ടെന്ന് വെച്ചാലും കുട്ടിപ്പുലിയായിട്ട് നമ്മൾ കാണുന്നത്. താടി മിഷൻ കാണില്ലല്ലോ, കുട്ടിപ്പുലിയായിട്ട് ആൾക്കാർ കാണുന്നത്. അപ്പൊ ഈ ഒരു ദേശം അങ്ങനെ ഈ ഒരു ആവേശത്തിലാണുള്ളത്. അവരേതാ പുലികളിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്.